കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെടി പരിചയപ്പെടുത്തട്ടെ. ചെടിയല്ല, ഇതൊരു മരുന്നാണ്. ഇതിൻ്റെ പേര് അയ്യപ്പാന എന്നാണ്. ഇത് മറ്റു പേരെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഞങ്ങൾ പറയുന്ന അയ്യപ്പാന എന്നാണ്. ഇത് പല ഉപയോഗങ്ങളുണ്ട്. തലവേദന എടുക്കുമ്പോൾ ഇത് പുരട്ടാമെന്ന് പറയുന്നു. പിന്നെ പീരീഡ്സ് ആവുമ്പോൾ വയറുവേദനയ്ക്ക് ഇത് അരച്ച് കലക്കി കുടിച്ചാൽ മതിയെന്ന് പറയുന്നു. പക്ഷെങ്കിൽ ഇത് വിഷത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ്. തേള്, ചെലന്തി, പഴുതാര അങ്ങനെ വിഷമുള്ള എന്തെങ്കിലും ജീവികൾ നമ്മളെ കടിച്ചാൽ ഇതിൻ്റെ ഇല ഇങ്ങനെ ഒടിച്ചെടുക്കണം. ഇലയും തണ്ടും കൂടെ ഒടിച്ചെടുത്ത് ഒരു 5-6 തണ്ടെടുത്ത് ഒടിച്ച് അരച്ച് നമുക്ക് ആ ഭാഗത്ത് പുരട്ടിയാൽ നീരും ഉണ്ടാകത്തില്ല, വേദനയും ഉണ്ടാകത്തില്ല. 2-3 പ്രാവശ്യം അങ്ങ് തേച്ചോണം. പിന്നെ ഇത് അരച്ച് ഇച്ചിരി ജീരകം കൂടെ ചേർക്കണം. അരച്ച് പാലിനകത്ത് കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അത് വിഷത്തിന് എന്ന് വെച്ചാൽ മറ്റുള്ള വലിയ വലിയ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾക്കല്ല, ചെറിയ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കടിച്ചാൽ ഏറ്റവും നല്ലൊരു മരുന്നാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, ഈ മരുന്ന് എങ്ങനെയായിരിക്കുന്നത്, അതിൻ്റെ ഇല എങ്ങനെയാണ്, ഒന്ന് കാണിക്കാമോ എന്നിങ്ങനെ പലരും ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടോ ഇതെനിക്കറിയത്തില്ല. ഈ ഭാഗത്ത് അധികമൊന്നുമില്ല അങ്ങനെ. ഒരു മൂട് കൊണ്ട് വെച്ചാൽ അത് അങ്ങ് പടർന്ന് പിടിച്ചോളും. ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പേരെന്താണ്? അയ്യപ്പാന. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എനിക്കിന്ന് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇച്ചിരി തിരക്കിലായിരുന്നു. കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ മോന് സമയം കിട്ടിയില്ല. എൻ്റെ മൂത്ത മോന് അനന്തുവാണ് എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത്. അവന് ഇച്ചിരി വർക്കുള്ളത് കൊണ്ട്, കൂടുതൽ വർക്കുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് തരാനൊന്നും അവന് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സൊക്കെ എടുത്തിടുന്നത്. ഇനി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്രയും ദിവസം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ അനുഗ്രഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. മുൻപോട്ടുള്ള എൻ്റെ യാത്രയിൽ എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ഒരു വീഡിയോ എടുത്തു, അത് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനാണ് ഇന്ന് രാവിലെ അത് ചെയ്തത്. അത് പക്ഷേ എഡിറ്റ് ചെയ്തൊന്നുമില്ല, ചെയ്തതുപോലെ ഇട്ടതുപോലെ ഞാൻ എടുത്തതുപോലെ തന്നെ ഞാൻ അങ്ങ് ഇടുമായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണണം. എൻ്റെ കുളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങളാണ്, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇട്ടേക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ, നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ ബൈ.